എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ കഥയൊന്ന് കേൾക്കാം. ആദിത്യ ഭഗവാന് ശ്രാദ്ധദേവൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. പക്ഷെ ശ്രാദ്ധദേവൻ എന്ന രാജാവിന് പുത്രനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പുത്രനുണ്ടാവാൻ വേണ്ടിയിട്ട് വസിഷ്ഠ മഹർഷിയുടെ അനുവാദത്തോടെ പുത്രകാമേഷ്ടിയാഗം നടത്തി. ശ്രാദ്ധദേവൻ്റെ ഭാര്യയായിരുന്നു ശ്രദ്ധ ഒരു ദിവസം ആ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് ആരുമറിയാതെ പോയിട്ട് യജ്ഞം നടത്തുന്ന ബ്രാഹ്മണനോട് പറഞ്ഞു, പുത്രനുണ്ടാവാൻ വേണ്ടിയാണല്ലോ എല്ലാവർക്കും ആഗ്രഹം, എന്നാൽ എനിക്ക് ഒരു കന്യകയെയാണ് വേണ്ടത്. അതിനുള്ള ഒരു ഉപായം അങ്ങ് ചെയ്തു തരുമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ യജ്ഞഹോതാവ് ആ യജ്ഞത്തിൽ ഹോമകർമ്മത്തിൻ്റെ സങ്കല്പമൊക്കെ തെറ്റിച്ചിട്ട് യജ്ഞം നടത്തി. അങ്ങനെ അതിൽ ഇള എന്ന ഒരു കന്യക ജനിച്ചു. രാജാവിന് കന്യകയാണെന്നറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വിഷമമായി. അദ്ദേഹം ഗുരുവായ വസിഷ്ഠ മഹർഷിയെ കണ്ട് ചോദിച്ചു, അങ്ങക്ക് എങ്ങനെയാണ് ഇതിൽ തെറ്റുപറ്റിയത്? ഇത് കേട്ട് മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് എന്താണെന്ന് അറിഞ്ഞു. അതിനുശേഷം ഇളയ്ക്ക് പുരുഷത്വം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. അങ്ങനെ മഹർഷിയുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ടും ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരും നോക്കി നിൽക്കെ ഇള ഒരു പുരുഷനായി തീർന്നു. അതിനുശേഷം ഗുരു ശിശുവിന് വേണ്ട സംസ്കാര കർമ്മങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ശിശുവിന് സുദ്യുപ്നൻ എന്ന് പേരുമിട്ടു. മനുവിൻ്റെ പുത്രനായ ഈ സുദ്യുപ്നൻ എല്ലാ വിദ്യകളും അഭ്യസിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ സുദ്യുപ്നൻ ഒരു യുവാവായി മാറി. അങ്ങനെ ഒരു ദിവസം സുദ്യുപ്നൻ ഒരു കുതിരപ്പുറത്തൊക്കെ കയറി നായാട്ടിനായിട്ട് വനത്തിലേക്ക് പോയി. അങ്ങനെ സഞ്ചരിച്ച് ആ രാജകുമാരൻ ഹിമാലയ താഴ്വരയിലുള്ള ഒരു വനത്തിൽ എത്തിച്ചേർന്നു. ഇനി അവിടെ ഉണ്ടായ വിശേഷങ്ങൾ നോക്കാം. അവിടെ മുമ്പൊരിക്കൽ ഭഗവാൻ ശങ്കരൻ ഭാര്യയും കൂടി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ താഴ്വരയിൽ. അങ്ങനെയുള്ള ഒരു സമയത്ത് അദ്ദേഹത്തെ ദർശിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ മഹർഷിമാർ ആ സ്ഥലത്തേക്ക് വന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും ക്രീഡാനിരതരായിരുന്നു. അങ്ങനെയുള്ള അവരെ ആ മഹർഷിമാർ കണ്ടെങ്കിലും അവരവിടെ നിൽക്കാതെ അപ്പോൾ തന്നെ വൈകുണ്ഠത്തിലേക്ക് പോയി. ഈ മഹർഷിമാർ അവിടെ വന്നതും തങ്ങളെ കണ്ടതുമെല്ലാം കൊണ്ടുണ്ടായ ആ സമയത്തെ ശിവപത്നിക്കുണ്ടായ വിഷമം കാരണം ശ്രീ ശിവൻ ആ വനത്തെ ശപിച്ചു. അതെന്താണെന്നോ, ഇനി മുതൽ ഈ വനത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാരൊക്കെ സ്ത്രീകളാകുമെന്ന്. അന്നു തുടങ്ങി ആ വനപ്രദേശത്ത് പുരുഷന്മാരാരും തന്നെ കടക്കാറില്ല. ആ വനപ്രദേശത്താണ് സുദ്യുപ്നൻ എത്തിച്ചേർന്നത്. അവിടെ പ്രവേശിച്ച ഉടൻ അദ്ദേഹം അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് മാറി. കൂടെ ഉണ്ടായിരുന്നവരും സ്ത്രീകളായി മാറി. ആൺകുതിര പെൺകുതിരയായും മാറി. സുദ്യുപ്നന് ഇതൊക്കെ അത്ഭുതമായിരുന്നു. പിന്നീട് വനങ്ങൾ തോറും സഞ്ചരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം. അങ്ങനെ സഞ്ചരിച്ച് അതായത് സുദ്യുപ്നൻ ബുദ്ധഭഗവാന്റെ ആശ്രമത്തിനടുത്ത് എത്തി. സുദ്യുപ്നൻ എന്ന ആ സുന്ദരിയെ കണ്ട് ഭഗവാൻ ബുദ്ധന് അവളിൽ ഇഷ്ടം തോന്നി. രണ്ടുപേർക്കും അങ്ങനെ ഇഷ്ടമായി. അവർ ആശ്രമത്തിൽ ബുദ്ധൻ്റെ കൂടെ താമസിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ബുദ്ധനിൽ അവൾക്ക് പുരൂരവസ് എന്ന ഒരു പുത്രൻ ജനിച്ചു. അങ്ങനെ അവിടെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ആ ആശ്രമത്തിൽ വെച്ച് അവൾക്ക് തൻ്റെ പൂർവ്വകഥകൾ ഓർമ്മ വരികയും അതിൽ ദുഃഖിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഗുരുവായ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്ന് തൻ്റെ പൂർവ്വകഥകൾ പറയുകയും പുരുഷത്വം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ട വസിഷ്ഠ മഹർഷി കൈലാസത്തിൽ പോയി ഭഗവാൻ പരമേശ്വരനെ പൂജിച്ച് ഭക്തിയോടെ സ്തുതിച്ചു. ഇതെല്ലാം കേട്ട് ഭഗവാൻ പറഞ്ഞു, എന്ത് വരമാണ് വേണ്ടതെന്ന് പറയണമെന്ന്. അപ്പോൾ പറഞ്ഞു, ഇളയ്ക്ക് പുരുഷത്വം ലഭിക്കണമെന്ന വരമാണ് വേണ്ടതെന്ന് അറിയിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇള 1 മാസം പുരുഷനും 1 മാസം സ്ത്രീയുമായിട്ട് ഇരിക്കുമെന്ന്. ഈ വരം നേടിയ വസിഷ്ഠ മഹർഷി ജഗദംബികയെ പ്രണമിച്ച് പൂജിച്ചിട്ട് ഇളയ്ക്ക് എപ്പോഴും പുരുഷത്വം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഭക്തിപൂർവ്വം ദേവിയെ സ്തുതിച്ചു.
ദുർഗാ ഭഗവതി അതിൽ പ്രസന്നയായിട്ട് അരുളി ചെയ്തു, സുദ്യുപ്നൻ്റെ ഗൃഹത്തിൽ ചെന്ന് ഭക്തിപൂർവം ദേവിയെ ആരാധിക്കുക എന്ന്. എന്നിട്ട് ദേവിക്ക് പ്രിയങ്കരമായ ദേവീ ഭാഗവതം എന്ന പുരാണം 9 ദിവസം കൊണ്ട് സുദ്യുപ്നനെ സന്തോഷത്തോടെ വായിച്ച് കേൾപ്പിക്കണമെന്ന്. ഇത് കേട്ടാൽ തന്നെ സുദ്യുപ്നന് പുരുഷത്വം ലഭിക്കുമെന്നും അരുളി ചെയ്തു. എന്നിട്ട് ശിവനും ദേവിയും അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. പിന്നീട് അവർ ദേവിയെ പൂജിച്ച് വസിഷ്ഠ മഹർഷി സുദ്യുപ്നനെ ദേവീ ഭാഗവതം ഭക്തിയോടെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സുദ്യുപ്നന് നിത്യമായ പുരുഷത്വം ലഭിച്ചു. സുദ്യുപ്നൻ പിന്നീട് രാജ്യഭാരമൊക്കെ പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് ദേവിയിൽ സാലോക്യം പ്രാപിച്ചു. ഈ കഥ പഠിക്കുകയോ ഭക്തിപൂർവം കേൾക്കുകയോ ചെയ്യുന്നവർ ദേവീ പ്രസാദത്താൽ അമൃതാത്മകമായ ദേവീ സാലോക്യം പ്രാപിക്കും. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടമായോ? സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.